ഐഫോൺ കയറ്റുമതിയുടെ കാര്യത്തിൽ ഇന്ത്യ വലിയ കുതിച്ചുചാട്ടം നടത്തിയിരിക്കുകയാണ്. ഫെബ്രുവരിയിൽ അവസാനിക്കുന്ന 11 മാസം കൊണ്ട് സാമ്പത്തിക വർഷം 2026 2 കോടി ലക്ഷം രൂപയുടെ കയറ്റുമതിയാണ് ആപ്പിൾ ഐഫോൺ കയറ്റുമതിയാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതിന് പിന്നിൽ കുറേയധികം കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത് ഗവൺമെൻറ്റിൻ്റെ PLI സ്കീമാണ്. എന്താണ് ഈ PLI സ്കീം? നിലവിലെ ഒരു ഗ്ലോബൽ റേറ്റിങ്ങിൽ ഈ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ വലിയ കുതിച്ചുചാട്ടമാണ് നടത്തുന്നത്. എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? ഈ 2025 ഏപ്രിൽ തുടങ്ങി 2026 ഫെബ്രുവരിയിൽ അവസാനിച്ച മാസങ്ങളിൽ 11 മാസം, ആ കാലയളവിൽ ഇന്ത്യയിൽ നിന്നും 2 ലക്ഷം കോടി രൂപയുടെ മൂല്യമുള്ള ഐഫോണുകൾ ഇന്ത്യയിൽ നിന്നും എക്സ്പോർട്ട് ചെയ്തു. അതൊരു വലിയ റെക്കോർഡാണ്. അതിൻ്റെ ഒരു അത്ഭുതം, 2005 വർഷം മുമ്പ് ഇന്ത്യയിൽ നിന്നുള്ള ഐഫോണിൻ്റെ കയറ്റുമതി വെറും 0 5 വർഷം കൊണ്ടാണ് 0-ൽ നിന്നും 2 ലക്ഷം കോടി രൂപയുടെ ഐഫോണുകളുടെ എക്സ്പോർട്ടിലേക്ക് ഇന്ത്യ വളർന്നു. മൊത്തം ഇന്ത്യയിലേക്ക് കഴിഞ്ഞ 11 മാസത്തിൽ കയറ്റുമതി ചെയ്ത ഐഫോണുകളുടെ മൂല്യം നോക്കുമ്പോൾ അത് ഏതാണ്ട് 2.7 6-7 ഒക്കെ വരും. 2,70,60,000 കോടിക്കും 70,000 കോടിക്കും ഇടയിലുള്ള ഒരു സംഖ്യ ആണ് മൊത്തം സ്മാർട്ട് ഫോണുകളുടെ എക്സ്പോർട്ട്. അതിലെ 75%-ലധികം ആപ്പിൾ ഐഫോണുകളാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ ഇന്ന് ലോകത്തിൽ സ്മാർട്ട് ഫോണുകൾ രണ്ടാമത് ഏറ്റവും കൂടുതൽ സ്മാർട്ട് ഫോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് 2014-15, അതായത് ഒരു 10 കൊല്ലം മുമ്പുള്ള അവസ്ഥയിലേക്ക് നോക്കുമ്പോൾ അന്ന് ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്തത് വെറും 1,500 കോടി രൂപയുടെ സ്മാർട്ട് ഫോണുകൾ മാത്രമായിരുന്നു. അതായത് 1,500 കോടി രൂപയുടെ എക്സ്പോർട്ടിൽ നിന്നും 10 കൊല്ലം കൊണ്ട് 2,70,000 കോടി രൂപയോളമുള്ള എക്സ്പോർട്ടുകളിലേക്ക് ഒരു രാജ്യം വളരുന്നു എന്ന് പറയുന്നത് അത് ശരിക്കും അത്ഭുതകരമായിട്ടുള്ള ഒരു വളർച്ച തന്നെയാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. സത്യത്തിൽ അതിൻ്റെ ക്രെഡിറ്റ് കേന്ദ്ര സർക്കാരിന്, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രോഫിറ്റ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ്സ് PLI സ്കീമിന് കൊടുക്കാതിരിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ആ PLI സ്കീമാണ് ഇന്ത്യയിലേക്ക് വലിയ രീതിയിൽ വിദേശ കമ്പനികളെ, ആപ്പിൾ അതുപോലെ തന്നെ സാംസങ്, ഈ 2 കമ്പനികളാണ് ഇന്ത്യയുടെ ഈ എക്സ്പോർട്ടിൽ ഇപ്പോൾ മൊബൈൽ ഫോൺ പ്രത്യേകിച്ച് സ്മാർട്ട് ഫോൺ എക്സ്പോർട്ടിൽ വലിയൊരു പങ്ക് വഹിക്കുന്നത്. ഇത് നമുക്ക് ചില പാഠങ്ങൾ ഈ വളർച്ചയിൽ നിന്നും വളർച്ച തരുന്നുണ്ട്. അത് ഇതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ അതുകൂടൊന്ന് പരാമർശിച്ചിട്ട് വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നെ കടന്നു പോകാം. അതായത് നമ്മൾ പലപ്പോഴും വിചാരിക്കും ഈ വളർച്ച എന്നൊക്കെ പറയുന്നത് 30-50 കൊല്ലം അല്ലെങ്കിൽ അരനൂറ്റാണ്ടുകളൊക്കെ കൊണ്ടാണ് ഓരോ രാജ്യങ്ങൾ വളരുന്നത്, ഓരോ മേഖലകൾ വികസിക്കുന്നത് എന്നൊക്കെയുള്ള ചില കാഴ്ചപ്പാടുകൾ നമുക്കുണ്ട്. ആ കാഴ്ചപ്പാടുകൾ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും തെറ്റാണ്. കണ്ണടച്ച് തുറക്കുന്ന വേഗതയിൽ ഈ 5 കൊല്ലം കൊണ്ട് എന്ന് പറയുന്നത് വലിയൊരു കാലയളവല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് എത്ര വലിയ അടിസ്ഥാന സൗകര്യങ്ങളാണ് അതിനുവേണ്ടി ഒരുക്കേണ്ടത്. ഇതിനൊരു സപ്ലൈ ചെയിൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ വിചാരിക്കുക സ്മാർട്ട് ഫോൺ ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങോട്ടൊരു കമ്പനി വന്നു, ആ കമ്പനി അവിടെ കുറെ കോടികൾ അങ്ങോട്ട് മുതൽ മുടക്കി, പിറ്റേ ദിവസം തൊട്ട് കാരണം ഇപ്പൊ ചില ആൾക്കാരൊക്കെ ചോദിക്കും, ഇത് എന്തോ ഇത്ര വലിയ കാര്യം, വിദേശ കമ്പനി, വിദേശ ടെക്നോളജി, അപ്പൊ ഇതിൽ നമുക്ക് എന്താണ് അഭിമാനിക്കാനുള്ളത്? അവിടെയാണ് ഞാൻ ഈ പറയുന്ന ഈ സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. ഈ സപ്ലൈ ചെയിൻ എന്ന് പറയുന്നതിൽ ഏതാണ്ട് 40ഓളം കാറ്റഗറിയിലുള്ള സാധനങ്ങൾ ഈ സപ്ലൈ ചെയിനിലുണ്ട്. അവരുടെ സപ്ലൈ ചെയിനിൽ 40 കമ്പനികൾ ഉണ്ട്. ആ കമ്പനികൾ പലതരത്തിലുള്ള കോമ്പണൻസ് ആണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ആപ്പിളിന് ഒരു വലിയ ഡൊമസ്റ്റിക് സപ്ലൈ ചെയിൻ ആപ്പിൾ ഉണ്ടാക്കി. അതാണ് ഇതിലെ ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറയുന്നത്. ഈ സപ്ലൈ ചെയിൻ്റെ കാര്യത്തിൽ ചില കാര്യങ്ങൾ ഇപ്പോഴും മറ്റു രാജ്യങ്ങളിൽ നിന്ന് അവർ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ ആപ്പിൾ പരമാവധി അതിൽ ചൈനയെ ഒഴിവാക്കിയിരിക്കുകയാണ്. ദക്ഷിണ കൊറിയ, ജപ്പാൻ, ഈ 2 രാജ്യങ്ങളിൽ നിന്ന് ചില കോമ്പണൻസ് ഇവിടേക്ക് ഐഫോണിൻ്റെ കാര്യത്തിൽ അവർ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സപ്ലൈ ചെയിനിൽ ചൈനയില്ല എന്ന് പറയുമ്പോൾ
അതിനൊരു വലിയ പ്രസക്തിയുണ്ട്. കാരണം ഇന്ത്യയുടെ വ്യവസായ വളർച്ചയെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ചൈന പലപ്പോഴും നടത്താറുണ്ട്. ഉം. അങ്ങനെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം നടന്നാലും ആപ്പിൾ ഐഫോണിന്റെ അല്ലെങ്കിൽ ആപ്പിളിന്റെ മറ്റ് സ്മാർട്ട് ഉപകരണങ്ങളുടെയോ നിർമ്മാണത്തെ അത് യാതൊരു രീതിയിലും ബാധിക്കരുത് എന്നുള്ള വളരെ കൃത്യമായ തയ്യാറെടുപ്പുകളോടുകൂടിയാണ് ആപ്പിള് ഇന്ത്യയിൽ നിക്ഷേപം നടത്തിയത്. ഈ ആപ്പിളിന്റെ മാത്രം ഐഫോൺ ആയിട്ട് ബന്ധപ്പെട്ട അനുബന്ധ ഞാനീ പറഞ്ഞ 40ഓളം കമ്പനികളിലും ആ സപ്ലൈ ചെയിനും അതുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് 2.5 ലക്ഷം ആൾക്കാർക്ക് ഇന്ത്യയിൽ തൊഴിൽ കിട്ടിയിട്ടുണ്ട്. അതാണ് സർക്കാരിന്റെ കണക്ക്. അവരൊക്കെ തന്നെ നല്ല ശമ്പളം വാങ്ങിക്കുന്ന ആൾക്കാരാണ്. ഞാനീ പറഞ്ഞു വരുന്നത് ഒരു അതിസൂക്ഷ്മമായ സാങ്കേതിക വിദ്യ, അതിനൂതനമായ സാങ്കേതിക വിദ്യ, അതുപോലെ ഹൈ പ്രിസിഷൻ ആവശ്യമുള്ള ഒരു നിർമ്മാണ മേഖല, ക്വാളിറ്റി കൺട്രോളിൽ വലിയ പിന്നെ നിബന്ധനകളുള്ള ഒരു മേഖല. അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ ഐഫോൺ ഇപ്പോൾ കയറ്റി അയക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ്. ഓരോ ഇപ്പൊ നിങ്ങൾ 3 അമേരിക്കക്കാരൻ്റെ ആരനെ നിങ്ങൾ സ്മാർട്ട് ഫോണുകളുള്ള 3 അമേരിക്കക്കാരെ നിങ്ങൾ നോക്കിയാൽ അതിൽ ഒരു വ്യക്തിയുടെയെങ്കിലും കൈവശമുള്ളത് ഇന്ത്യയിൽ നിർമ്മിച്ച സ്മാർട്ട് ഫോൺ ആയിരിക്കും. അതായത് അമേരിക്കൻ ജനതയുടെ കൈവശമുള്ള സ്മാർട്ട് ഫോണുകളുടെ 3-1 മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ പരമ്പരാഗതമായിട്ട് നമ്മൾ ഇപ്പം ജ്വല്ലറി എക്സ്പോർട്ട് ഉണ്ട്, അതായത് രത്നക്കല്ലുകളുടെ പോളിഷിംഗ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ അതുപോലെ തന്നെ ചെരുപ്പുകളുടെ നിർമ്മാണമുണ്ട്. പരമ്പരാഗതമായിട്ട് ഇന്ത്യ പിന്നെ ഗാർമെന്റ്, തുണിത്തരങ്ങളുടെ നിർമ്മാണം, വസ്ത്രങ്ങളുടെ നിർമ്മാണം, ഇതിലൊക്കെ ഇന്ത്യ വലുതായിട്ട് മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷേ അതൊന്നും സാങ്കേതിക വിദ്യയുടെ മികവിലല്ല. ആധുനിക സാങ്കേതിക വിദ്യ ഇലക്ട്രോണിക്സിന്റെ മികവിൽ മുന്നിട്ട് നിൽക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറുമ്പോൾ പരമ്പരാഗത നമ്മുടെ എക്സ്പോർട്ട് ബാസ്ക്കറ്റ് എന്ന് പറയുന്നത് മാറുകയാണ്. അപ്പൊ അതിന്റെ ഒരു സൂചന എന്ന് പറയുന്നത്, ഞാൻ ഈ മുമ്പ് പറഞ്ഞ 2025 ഏപ്രിൽ തൊട്ട് 2026 ഫെബ്രുവരി അവസാനം വരെയുള്ള കാലയളവിൽ സ്മാർട്ട് ഫോണുകൾ ഇന്ത്യയിൽ നിന്ന് കയറ്റി അയച്ച സ്മാർട്ട് ഫോണുകളുടെ മൂല്യം 29.4 ബില്യൺ US$ ആണെങ്കിൽ ഇന്ത്യയിൽ നിന്നും ഈ കാലയളവിൽ കയറ്റി അയച്ച ഡീസൽ, കാരണം ഡീസൽ ഇവിടെ നമ്മുടെ ഈ പെട്രോളിയം ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്ത് ഇന്ത്യയിൽ സംസ്കരിച്ച് അങ്ങനെ ക്രൂഡ് ഓയിലിൽ നിന്നും വാല്യൂ ആഡഡ് ഉൽപ്പന്നങ്ങളായ പെട്രോളും ഡീസലും ഉണ്ടാക്കുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ ലോകത്തിലെ ആദ്യത്തെ 5 രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. അപ്പോ ഡീസലിന്റെ കയറ്റുമതി നോക്കിയാൽ അത് 14.5 ബില്യൺ US$. മോട്ടോർ ഗ്യാസോലിൻ എന്ന് പറയുന്ന പെട്രോളിന്റെ കയറ്റുമതി നോക്കിയാൽ അത് 8.5 ബില്യൺ US$. അതായത് 14 8 ഏതാണ്ട് 21 ബില്യൺ US$ ആണ് ഡീസലും പെട്രോളും കൂടി നമ്മൾ കയറ്റി അയച്ചത്. നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായത്തെ മേഖലയുടെ കയറ്റുമതി എന്ന് പറഞ്ഞാൽ 10 ബില്യൺ US$. ഇന്ന് ഡയമണ്ടിൻ്റെത് 11.23 ബില്യൺ മാത്രമാണ്. അതായത് ഞാൻ പറഞ്ഞത് പുതിയ വ്യവസായ മേഖലകൾ ഇന്ത്യയിൽ വികസിച്ചു വന്നിരിക്കുകയാണ്. അത് പെട്രോളിയം റിഫൈനറീസ് ആകട്ടെ, അത് സ്മാർട്ട് ഇലക്ട്രോണിക്സ് വ്യവസായമാകട്ടെ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മേഖലകൾ പുതുതായിട്ട് ഇന്ത്യയിൽ വികസിക്കുന്നു. പരമ്പരാഗത വ്യവസായത്തിന്റെ അപ്പുറത്തേക്ക് നമ്മൾ പോയിരിക്കുകയാണ്. അപ്പം നമ്മൾ ഒരു കാര്യം എടുത്ത് നോക്കിയാൽ ഇന്ത്യയിലെ ഈ ഫ്യൂവലിന്റെ ഇറക്കുമതി നമുക്ക് കുറയ്ക്കാൻ സാധിച്ചാൽ നമ്മുടെ വ്യാപാര കമ്മി വളരെയധികം കുറയും. നമ്മളെ ഈ കഷ്ടപ്പെടുത്തുന്നതും നമ്മളെ ഈ ബുദ്ധിമുട്ടിക്കുന്നതും നമ്മുടെ നാട്ടിൽ ഈ പ്രകൃതിവാതകത്തിന്റെ സമ്പത്തോ റിസർവോ അല്ലെങ്കിൽ നമുക്ക് പെട്രോളിയത്തിന്റെ റിസർവ്, ക്രൂഡ് ഓയിലിന്റെ റിസർവുകളോ ഒന്നും ഇല്ലാത്തതാണ്. അല്ലെങ്കിൽ അത് വേണ്ട രീതിയിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചിരുന്നില്ല. ഇപ്പോൾ ആൻഡമാൻ ഉൾക്കടലിൽ നമ്മളിപ്പോൾ അത് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ പിന്നെ പ്രോസസ് എക്സ്കവേഷന്, റിഫൈനിങ് അതെല്ലാം നടക്കുമ്പോഴത്തേക്ക് കുറെ കൊല്ലങ്ങളുണ്ട്. തൽക്കാലത്തേക്ക് നമുക്ക് ഇറക്കുമതിയെ ആശ്രയിക്കാതെ നിവർത്തിയില്ല. പിന്നെ അതിനെ മറികടക്കാനാണ് നമ്മൾ ഈ എത്തനോൾ മിക്സ് ചെയ്യാൻ തുടങ്ങിയത്. അതായത് കരിമ്പിൽ നിന്നും അതുപോലെ തന്നെ മില്ലറ്റുകളിൽ നിന്നുമൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഈ എത്തനോൾ, അതിപ്പം 85% എത്തനോളുള്ള വെറും 15% പെട്രോൾ മാത്രമുള്ള ഈ 85 എന്ന് പറയുന്ന ഫ്യൂവല്
നമ്മളിപ്പം വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റിൽ ഇറക്കാൻ പോവുകയാണ്. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ആ ഒരു വിഷയത്തിൽ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, ഗൗതം ഓർക്കുന്നുണ്ടാവും. അതെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഫ്യൂവലിന്റെ ഇറക്കുമതിയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ മറ്റു മേഖലകളിലുള്ള കുതിപ്പിന്റെ ഒരു പ്രതിഫലനം നമ്മുടെ മുമ്പിൽ തരാത്തത്. ഫ്യൂവൽ ഇങ്ങനെ ഓരോ വർഷവും കുതിച്ചു വരുന്ന ഫ്യൂവൽ ഇമ്പോർട്ട്, അത് നാച്ചുറൽ ഗ്യാസ് ആവട്ടെ, അത് ക്രൂഡ് ഓയിൽ ആവട്ടെ, അതിൻ്റെയൊക്കെ ഇമ്പോർട്ട് ഈ വർദ്ധിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ രാജ്യം വേണ്ട രീതിയിൽ നമുക്കൊരു വ്യാപാര മിച്ചം നമുക്ക് ഉണ്ടാക്കാൻ പറ്റാതെ പോകുന്നത്. എന്തായാലും ശരി, വലിയ കുതിപ്പാണ് നമ്മൾ ആധുനിക വ്യവസായങ്ങളിലൊക്കെ നമ്മളിപ്പോൾ നേട്ടം കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ ഇലക്ട്രോണിക്സിൽ നിന്ന് മാറി സെമി കണ്ടക്ടറിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. സെമി കണ്ടക്ടറിന്റെ ഒരു ഫുൾ ഇക്കോസിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തു. അത് പിന്നെ സെമി കണ്ടക്ടറിന്റെ ഫാബ്രിക്കേഷൻ യൂണിറ്റുകളാകട്ടെ, പാക്കേജിങ് ആകട്ടെ, അതിന്റെ ടെസ്റ്റിംഗ് ആകട്ടെ, അതിന്റെ ഡിസൈനിങ് ആവട്ടെ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മേഖലകൾ വലിയ നിക്ഷേപം വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഫാബ്രിക്കേഷൻ യൂണിറ്റിൽ നിന്നുമൊക്കെയുള്ള ഉൽപാദനം ഈ വർഷമോ ഒടുവിലോ അല്ലെങ്കിൽ അടുത്ത വർഷമോ ഒക്കെ തുടങ്ങാൻ സാധ്യതയുണ്ട്. മറ്റു പല യൂണിറ്റുകളും ഇപ്പോൾ പ്രവർത്തനക്ഷമമായി കഴിഞ്ഞിരിക്കും. ഗുജറാത്തിലെ ധോളേറയിലെ, അതുപോലെ ആസാമിലെ ഒക്കെ വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ലോക പ്രശസ്ത കമ്പനികളായിട്ടുള്ള TSMC, തൈവാൻ കമ്പനിയായിട്ടുള്ള TSMC, അതുപോലെ തന്നെ ഫോക്സ്കോൺ, ഇവർക്കൊക്കെ വലിയ സാന്നിധ്യമാണ് ഇന്ത്യയിലുള്ളത്. ഇപ്പൊ ഈ ആപ്പിൾ ഐഫോണിന്റെ കാര്യത്തിൽ 2 കമ്പനികളാണ് മുഖ്യമായിട്ടും ആപ്പിളിന്റെ പാർട്ട്നേഴ്സായിട്ട് ഇന്ത്യയിൽ നിന്ന് അത് വികസിപ്പിക്കുന്നത്. ഒന്ന് ടാറ്റ കമ്പനി തന്നെയാണ്, രണ്ടാമത്തേത് ഫോക്സ്കോൺ ആണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് നമ്മൾ സമയപരിമിതി മൂലം ഞാനിതിവിടെ അവസാനിപ്പിക്കുകയാണ്. ആപ്പിൾ ഐഫോണുകളുടെ കയറ്റുമതി നമുക്ക് തരുന്ന ഒരു വലിയ ഉദാഹരണമാണ്. ആ ഉദാഹരണം എന്തെന്നാൽ, വലിയ ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യമുള്ള ഒരു വ്യവസായം, വലിയ സാങ്കേതിക തികവ് ആവശ്യമുള്ള ഒരു വ്യവസായം, അങ്ങനെയുള്ള ഒരു വ്യവസായത്തിൽ പോലും കണ്ണടച്ച് തുറക്കുന്ന വേഗതയിൽ വികസിപ്പിച്ച് ലോകത്തിലെ ഏറ്റവും വികസിതമായ രാജ്യമായ അമേരിക്കയുടെ മാർക്കറ്റ് പോലും പിടിച്ചെടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞെങ്കിൽ, ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ, നമുക്ക് സാധിക്കാത്തതായിട്ടൊന്നുമില്ല എന്നുള്ള, അസാധ്യമായതൊന്നുമില്ല എന്നുള്ള ആ പഴഞ്ചൊല്ല് ഒന്നുകൂടി ആവർത്തിച്ച് അതിന് അടിവരയിട്ടുകൊണ്ട് ഞാൻ തൽക്കാലം സമയപരിമിതി മൂലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ വളർച്ചയുടെ കഥകളും ഇന്ത്യയുടെ കുതിപ്പിന്റെ കഥകളുമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ പ്രേക്ഷകരെ സമീപിക്കാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.